ഒരു ഓൺട്രപ്രണർ ആയിട്ടുള്ള ഒരാൾ ആയിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ച് ആദ്യം ബിസിനസ്സിലേക്ക് ഇറങ്ങണ സമയത്ത് ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഒത്തിരി കാര്യങ്ങൾ കഷ്ടപ്പെടുമായിരുന്നു. പിന്നെ ചെറിയ ചെറിയ വിജയങ്ങളുണ്ടായി വന്നപ്പോൾ ആളുകൾ നന്നായിട്ട് ഓക്കെ യു ആർ ഡൂയിങ് വെരി ഗ്രേറ്റ് ജോബ് നന്നായി പോകുന്നു എന്നൊക്കെ കരുതി. കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പേടിയുള്ള പോലെ എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ആയി മാറിയോ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഥ പറഞ്ഞായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ടാവണത് എന്നതിനെ പറ്റിയിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കാരോൾ ഡ്വെക്ക് അവരുടെ കൂട്ടരും കൂടിയിട്ട് ഒരു റിസർച്ച് ചെയ്തു. ആ റിസർച്ച് ഇങ്ങനെയായിരുന്നു. അതായത് ഒരു 10 കുട്ടികൾക്ക് ഒരു പസില് കംപ്ലീറ്റ് ചെയ്യാൻ ടാസ്ക് കൊടുത്തു. അപ്പോൾ ആ ഒരു പസില് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പകുതി പേരനെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു, "യു ആർ സോ സ്മാർട്ട്" എന്ന് പറഞ്ഞിട്ട് അവരെ പ്രൈസ് ചെയ്തു. കുറച്ച് ആൾക്കാരനെ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ പുകഴ്ത്തി. അതായത് ഒരു കൂട്ടരനെ സ്മാർട്ടാണെന്നും പറഞ്ഞിട്ട് പുകഴ്ത്തി, ഒരു കൂട്ടരനെ ഹാർഡ് വർക്കിംഗ് ആണെന്നും പറഞ്ഞിട്ടും പുകഴ്ത്തി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഓഫ് റിസർച്ചിൽ അവർ ആ സെയിം ആൾക്കാർക്ക് തന്നെ കുറച്ചും കൂടിയും ഒരു മിക്സഡ് കോംപ്ലക്സിറ്റി ഉള്ള തരം പസിൽ ഫില്ല് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ആദ്യത്തെ തവണ സ്മാർട്ടാണെന്ന് വിളിച്ച് പറഞ്ഞ ആൾക്കാർ അവർ ഇത്തിരി ഈസി ആയിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും, എന്നാൽ ആദ്യത്തെ തവണ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണു എന്ന് പുകഴ്ത്തി പറഞ്ഞ ആൾക്കാർ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനും തുടങ്ങി. കാരണം ആദ്യം ആ സ്മാർട്ടാണെന്ന് പറഞ്ഞ ആൾക്കാർക്ക് അതിൽ ഒത്തിരി കൂടി ഇഷ്ടം തുടങ്ങി. അവർക്ക് ആ ഒരു ടൈറ്റിലിനോട് അല്ലെങ്കിൽ ആ ഒരു ലേബലിനോട് ഇഷ്ടം തുടങ്ങി. അപ്പോൾ അവർ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചു. അവരുടെ ആ ഒരു പേര് അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിച്ചു. എന്നാൽ ഈ ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറഞ്ഞ ആൾക്കാർ ഇത്തിരി കൂടിയും റിസ്ക് എടുത്ത് ഇത്തിരി കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെ സംബന്ധിച്ച് അവരെ പുകഴ്ത്തിയത് അവരെ ഹാർഡ് വർക്കിനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഫെയിലിയർ ആവാനും തോൽക്കാനൊന്നും അവർക്ക് പേടിയില്ലാത്ത രീതിയിലായി. അപ്പോൾ അങ്ങനെ ആ ഒരു റിസർച്ച് ഒരു പരിധി കണ്ടിന്യൂ ചെയ്ത് അപ്പോൾ അതിലൊരു കൺക്ലൂഷൻ ഇങ്ങനെയാണ്: വി ബിക്കം വാട്ട് വി പ്രൈസ് ഫോർ. നമ്മളെ എന്തിനാണോ നമ്മൾ പുകഴ്ത്തപ്പെടുന്നത് നമ്മളതായിത്തീരും. ഇപ്പോൾ നമ്മൾ സ്മാർട്ടാണ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ മക്കളെ കുഞ്ഞു കുട്ടികളൊക്കെ യു ആർ എ സ്മാർട്ട് ബോയ് എന്നൊക്കെ പറയേണ്ടതിന് പകരം അവരെ ആ ഹാർഡ് വർക്കിന് പ്രൈസ് ചെയ്യണം എന്നാണ് ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ബുക്കിൽ കാരൽ ഡക്വർത്ത് പറയണത്. കാരണം നമ്മൾ അവരെ സ്മാർട്ടാക്കി വെച്ച് അവരുടെ കഴിവുകൾ അതിനോട് ചേർത്ത് വയ്ക്കുകയല്ല വേണ്ടത്, അവരെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാക്കുക വേണ്ടത്. കാരണം നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് ആണ്. അവർക്ക് തോൽക്കാൻ മടിയില്ല, അവർക്ക് റിസ്ക് എടുക്കാൻ മടിയില്ല, അവർക്ക് കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മടിയില്ല. എന്നാൽ നമ്മൾ നേരത്തെ സ്മാർട്ടായിട്ടുള്ള ആൾക്കാരെന്ന് സ്വയം വിചാരിക്കുന്ന ആൾക്കാർ ആ ഒരു സ്മാർട്ടാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി സമൂഹത്തിൻ്റെ മുമ്പിൽ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർക്ക് തോൽക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ തോൽക്കാൻ ഇഷ്ടമില്ല. കാരണം അവരുടെ സമൂഹം കണ്ടിരിക്കുന്നത് ഒരു സ്മാർട്ടായിട്ടുള്ള ഒരാളാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തോൽക്കുക എന്ന് പറയണതൊന്നും ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു പുഷ്പം പോലെയുള്ള ഒരു കാര്യമാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. കാരണം കൂടുതലായിട്ട് തോറ്റാലേ നമുക്ക് കൂടുതലായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാനും കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും കൂടുതലായിട്ട് സക്സസ്സിലേക്ക് നമുക്ക് എത്തിപ്പെടാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കുട്ടികളെ ആണെങ്കിൽ പോലും നമ്മൾ അവരുടെ ആ ഒരു വി നീഡ് ടു നമ്മൾ അവരുടെ ആ ഒരു പ്രോസസ്സിനെ പ്രൈസ് ചെയ്ത് തുടങ്ങണം. അല്ലാണ്ട് അവർക്ക് കിട്ടുന്ന അവാർഡിനേക്കാളും നീ ഒരു ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ടാണല്ലോ നിനക്ക് ഇങ്ങനെ ഒന്നാമനാവാൻ പറ്റിയത് എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ അവർ ആ ഹാർഡ് വർക്കിംഗ് ബോയ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കേപ്പബിലിറ്റി ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ആ ഒരു എഫേർട്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്കിനെയാണ് നമ്മളൊരു ഐഡൻറ്റിറ്റി ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, തോൽക്കാൻ തയ്യാറായിട്ടുള്ള, സമൂഹത്തിൽ ആൾക്കാരെ അടിച്ചേൽപ്പിക്കുന്ന ലേബലുകൾ ഗുഡ് ഓർ ബാഡ് അതിനെല്ലാം ഇഗ്നോർ ചെയ്ത് നമ്മളുടെ ആ ഒരു വിൽ പവറിനനുസരിച്ച് മുന്നേറാൻ പാകത്തിന് നമ്മുടെ മൈൻഡ് സെറ്റിന് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നാണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ കാരൽ ഡ്വെക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് മറക്കണ്ട. നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഓൺട്രപ്രണറിൻ്റെ അടുത്ത് സ്മാർട്ടാണെന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരു സമയം വരെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഐഡൻറ്റിറ്റിയോട് ചേർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ഹാർഡ് വർക്കിലും എഫേർട്ടിലും ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത്.